ഹായ്, കണ്ണൂരിൽ നിന്നും ഞാൻ നേരെ കന്യാകുമാരി ജില്ലയിലാണ് എത്തി നിൽക്കുന്നത്. എനിക്ക് പുറകിൽ അങ്ങേ അറ്റത്ത് കാണുന്ന ഈ ഗുഹാക്ഷേത്രം കാണുന്നതിനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഗുഹാക്ഷേത്രമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുൻപിലായിട്ട് ഒരു ശിവക്ഷേത്രമുണ്ട്. തിരുനന്ദിക്കര മഹാദേവ ക്ഷേത്രം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കന്യാകുമാരി ജില്ലയിൽ മാർത്താണ്ഡത്തിനടുത്താണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് കുറേ ജൈനക്ഷേത്രങ്ങൾ, തൃപ്പരപ്പ് വെള്ളച്ചാട്ടം, അതുപോലെ ആദികേശവ ക്ഷേത്രം, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാനായിട്ട് സാധിക്കും. ഇന്നിപ്പോൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഈ ഗുഹാക്ഷേത്രമാണ്. നമുക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം. എന്നോടൊപ്പം വരൂ. തിരുനന്ദിക്കര ശ്രീ നന്ദീശ്വര ക്ഷേത്ര സമുച്ചയത്തിന്റെ ഭാഗമാണ് ഈ ഗുഹാക്ഷേത്രം. ക്ഷേത്ര സമുച്ചയത്തിന്റെ വടക്കു ഭാഗത്തുള്ള ഒരു പാറക്കെട്ടിന്റെ വശത്തു നിന്ന് കൊത്തിയെടുത്തതാണ് ഇത്. തമിഴ്നാട്ടിലെ ശിവാലയ ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് തിരുനന്ദിക്കര. തിരുനന്ദിക്കര ഗുഹാക്ഷേത്രം തിരുനന്ദിക്കര പാറയിൽ വെട്ടിയ ശിവക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഹൈന്ദവ ഗുഹാക്ഷേത്രമാണ് തിരുനന്ദിക്കര ഗുഹാക്ഷേത്രം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ ഇത് ആയ രാജാവായ വിക്രമാദിത്യ വരഗുണനാണ് നിർമ്മിച്ചതെന്ന് പറയുന്നു. മാർത്താണ്ഡത്തിനടുത്തുള്ള കുലശേഖരത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. കുലശേഖരം പേച്ചിപ്പാറ ഡാം റൂട്ടിലാണ് ഈ ഗുഹാക്ഷേത്രവും തിരുനന്ദിക്കര ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ചതുരാകൃതിയിലുള്ള ക്ഷേത്രത്തിൽ ഒരു മണ്ഡപവും കിഴക്കോട്ട് അഭിമുഖമായി ചെറുതായി ഉയർത്തിയ ഒരു ചെറിയ സെല്ലും അടങ്ങിയിരിക്കുന്നു. ശ്രീകോവിലിൽ ഒരു ശിവലിംഗമുണ്ട്. മണ്ഡപത്തിന്റെ തൂണുകളിലും പ്രതലത്തിലും വട്ടെഴുത്ത് ലിപികളും കേരളീയ ശൈലിയിലുള്ള മങ്ങിയ ചുവർചിത്രങ്ങളും ഉണ്ട്. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ചുവർചിത്രങ്ങളിലൊന്നാണ് ഈ ഗുഹാക്ഷേത്രത്തിൽ കാണുന്നത്. തമിഴ് ഭാഷയിലുള്ള ലിഖിതങ്ങൾ ക്ഷേത്രത്തിന് നൽകിയ സമ്മാനങ്ങളെ വിവരിക്കുന്നു. ആദ്യകാല ലിഖിതത്തിൽ ഒരു വിശുദ്ധ വിളക്ക് തുടർച്ചയായി പ്രകാശിപ്പിക്കുന്നതിനും സംഗീതജ്ഞർക്ക് പണം നൽകുന്നതിനും വഴിപാടുകൾ നടത്തുന്നതിനുമുള്ള സംഭാവനയെക്കുറിച്ച് പരാമർശിക്കുന്നു. ഈ ഗുഹാക്ഷേത്രത്തിലെ അവസാനത്തെ ലിഖിതം ചോള കാലഘട്ടത്തിലേതാണ്. ചുവർചിത്രത്തിന്റെ ഏറ്റവും ദൃശ്യമായ ഭാഗം തെക്കു പടിഞ്ഞാറൻ മൂലയിൽ ചുവന്ന രൂപരേഖയിൽ ഗണപതിയെ കാണിക്കുന്നു. എന്നാൽ ഈ ചുവർചിത്രങ്ങൾ ഇന്ന് കേടുപാടുകൾ സംഭവിച്ച് മങ്ങിപ്പോയിരിക്കുകയാണ്. ചരിത്ര ലിഖിതങ്ങളിൽ തിരുനന്ദിക്കര ശാസനങ്ങൾ പ്രശസ്തമാണ്. തിരുനന്ദിക്കരയെ സംബന്ധിക്കുന്ന ചെമ്പു പട്ടയവും ശിലാസനങ്ങളുമാണ് തിരുനന്ദിക്കര ശാസനങ്ങൾ എന്നറിയപ്പെടുന്നത്. അത്തരം 5 ശാസനങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ശാസനം വിക്രമാദിത്യ വരഗുണൻ എന്ന ആയ രാജാവ് തൻ്റെ 8-ാം ഭരണവർഷത്തിൽ, അതായത് 992-ാം ആണ്ട്, തെങ്ങനാട്ടു കിഴവൻ ചാത്തൻ മുരുകന്റെ മകൾ മുരുകൻ ചേന്തിയെ തിരുവടി ചാർത്തിയ ശേഷം അവളുടെ ചെലവിനായി ഒട്ടേറെ കൃഷിഭൂമി ദാനമായി നൽകുന്ന ചെപ്പേടാണ്. രണ്ടാമതും മൂന്നാമതും നാലാമത്തെയും ശാസനങ്ങളുണ്ട്. അവസാനത്തെ ശാസനം ഗുഹാക്ഷേത്രത്തിലേതാണ്. തിരുമല, തിക്കുറിശ്ശി, തൃപ്പരപ്പ്, തിരുനന്ദിക്കര ഇവ ശിവാലയ ഓട്ടപ്രദക്ഷിണ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. തിരുവനന്തപുരം നാഗർകോവിൽ വഴിയരികിൽ തൊടുവെട്ടിയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമായ തിരുവട്ടാർ എന്ന സ്ഥലത്താണ് ആദികേശവ പെരുമാളിന്റെ, അതായത് വിഷ്ണുവിന്റെ അമ്പലം കുടികൊള്ളുന്നത്. ആദിധാമ സ്ഥലമെന്നും ദക്ഷിണ വൈകുണ്ഠമെന്നും ചേരനാട്ടിലെ ശ്രീരംഗമെന്നും പരശുരാമ സ്ഥലമെന്നും ഈ സ്ഥലത്തെ വ്യത്യസ്ത പേരുകളിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ അനന്തശയന രൂപത്തിലാണ് ഇവിടുത്തെ വിഗ്രഹപ്രതിഷ്ഠ. തിരുവനന്തപുരത്തെ പ്രതിഷ്ഠ കിഴക്കോട്ട് അഭിമുഖമാണെങ്കിൽ ഇവിടുത്തേത് പടിഞ്ഞാറ് ദിശയിലേക്കാണെന്ന വ്യത്യാസമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തേക്കാൾ വലുതാണ് ഈ വിഗ്രഹം. 22 അടി നീളമുള്ള വിഗ്രഹമാണ് ഇവിടെയുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കാൾ പഴക്കമുള്ള ക്ഷേത്രമാണിതെന്ന് പറയപ്പെടുന്നു. രണ്ടിടത്തെയും പൂജാരീതികൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും സാമ്യമുണ്ട്.
ഈ ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. ധാരാളം കൽത്തൂണുകളാൽ നിർമ്മിച്ച ഒരു വലിയ നടപ്പന്തൽ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് ചുറ്റുമായി ഉണ്ട്. മനുഷ്യകുലത്തിന് അത്യധികം ആപത്തുകൾ വരുത്തിവെച്ച കേശി എന്ന അസുരനുമായി ആദികേശവ പെരുമാൾ യുദ്ധം ചെയ്യുകയും അവസാനം അസുരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അയാളുടെ ശരീരത്തിൽ കിടന്നുറങ്ങുകയും ചെയ്തു. ഈ സമയത്ത് കേശിയുടെ പത്നി ആസുരി ഗംഗാദേവിയെ പ്രാർത്ഥിച്ച് ഭഗവാനിൽ നിന്ന് തൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് കേണപേക്ഷിച്ചു. ഈ രോദനം കേട്ട മാത്രയിൽ തന്നെ ഗംഗയും താമ്രപർണി നദിയും ഒരുമിച്ചൊഴുകി വളരെ വേഗത്തിൽ കേശിയുടെ പുറത്തുറങ്ങുന്ന ഭഗവാനെ കണ്ടെത്തി. രണ്ടു നദികളെയും ഒരുമിച്ച് കണ്ട മാത്രയിൽ തന്നെ ഭഗവാൻ ഭൂമിദേവിയോട് ആ പ്രദേശത്തെ ഒന്ന് ഉയർത്താൻ ആവശ്യപ്പെട്ടു. ഭൂമിദേവി ആ പ്രദേശത്തെ ഉയർത്തിയത് കാരണം അവിടെ പ്രളയം സൃഷ്ടിക്കാൻ രണ്ട് നദികൾക്കുമായില്ല. പകരം ഭഗവാന്റെ ചുറ്റിനും ഒഴുകി അവിടുത്തെ ആരാധിച്ചു. അതേസമയം എപ്പോഴാണോ രണ്ട് നദികളും കേശിയുടെ ശരീരത്തിൽ സ്പർശിച്ചത്, അപ്പോൾ തന്നെ കേശിക്ക് നിർമ്മലത്വം കൈവരുകയും മുക്തി പ്രാപിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഭഗവാനെ ഇവിടെ ആദികേശവ പെരുമാളെന്ന് അറിയപ്പെടുന്നത്. കൊടിമരം എണ്ണയിലിട്ട് പരുവപ്പെടുത്തുന്നതിനായി ഉള്ള എണ്ണത്തോണിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ എണ്ണത്തോണിയെയും കൊടിമരത്തെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദേവതകളെയാണ് അതിൻ്റെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.